നമസ്കാരം. മുംബൈ തീരത്തിനടുത്ത് കടലിൽ കടത്ത് ബോട്ടിൽ നാവികസേന സ്പീഡ് ബോട്ട് ഇടിച്ചുണ്ടായ ദുരന്തം എഞ്ചിന്റെ കാര്യക്ഷമത പരിശോധനയ്ക്കിടെ 13 പേരുടെ മരണമാണ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചത്. ഇക്കൂട്ടത്തിൽ നാവികസേന ഉദ്യോഗസ്ഥനും എഞ്ചിൻ നിർമ്മാതാക്കളുടെ 2 ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട്. കടത്ത് ബോട്ടിൽ 110 പേരാണ് ഉണ്ടായിരുന്നത്. നാവികസേന സ്പീഡ് ബോട്ടിൽ 5 പേർ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ ചിലരുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. കടത്ത് ബോട്ടിലെ 10 യാത്രക്കാരാണ് മരിച്ചിരിക്കുന്നത്. നാവികസേന ബോട്ടിലെ 2 പേരടക്കം 102 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അടുത്തിടെ ബോട്ടിന്റെ എഞ്ചിൻ മാറ്റി സ്ഥാപിച്ചിരുന്നുവെന്നും ഇതിന്റെ പരീക്ഷണം നടത്തുന്നതിനിടയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്നും പറയപ്പെടുന്നു. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ എഞ്ചിൻ പരിശോധന നടത്തുകയായിരുന്ന നാവികസേന സ്പീഡ് ബോട്ട് നീൽകമൽ എന്ന യാത്രാ ബോട്ടുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫന്റ് ദ്വീപിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോവുകയായിരുന്നു കടത്ത് ബോട്ട്. സ്പീഡ് ബോട്ട് ഫെറിയുമായി കൂട്ടിയിടിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ പിന്നീട് പുറത്തു വരികയും ചെയ്തു. കടലിലൂടെ വളഞ്ഞു പുളഞ്ഞു വന്ന സ്പീഡ് ബോട്ട് പെട്ടെന്ന് ഫെറിക്ക് നേരെ തിരിഞ്ഞു വന്ന് ഇടിക്കുകയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ധരിച്ച ആളുകളെ രക്ഷിച്ച് മറ്റൊരു ബോട്ടിലേക്ക് മാറ്റുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആ സമയത്ത് ബോട്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു. നവി മുംബൈയിലെ ഉറാനൂന് സമീപമാണ് അപകടം. ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റി, കോസ്റ്റ് ഗാർഡ്, നാവികസേന, പോലീസ്, പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 11 നാവിക ബോട്ടുകളും 3 മറൈൻ പോലീസ് ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. 4 ഹെലികോപ്റ്ററുകളും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും മുഴുകിയിരുന്നു. ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ കിഴക്കായുള്ള എലിഫന്റ് ഗുഹകളിലേക്ക് പോകാനാണ് ആളുകൾ പൊതു ഫെറി ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. സംഭവത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ അടിയന്തരമായി സഹായം നൽകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നടന്നിരിക്കുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ്. 13 പേരാണ് ഇതിനോടകം തന്നെ മരിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. വളരെ വലിയ ഒരു രക്ഷാദൗത്യം തന്നെയായിരുന്നു നടന്നത്. അതേസമയം ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് പലരും രക്ഷപ്പെട്ടു. ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. നാവികസേന സ്പീഡ് ബോട്ട് അതീവ വേഗതയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതേസമയം ഇതിന്റെ കാര്യത്തിൽ അന്വേഷണം നടക്കും. എഞ്ചിന്റെ കാര്യക്ഷമതാ പരിശോധനയ്ക്കിടയിലാണ് ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്.